അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ തരി പോലെ ഉണ്ടാവണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരക്കരുത്, ഇതുപോലെ ഇങ്ങനെ തരി ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്ത ചോറിൻ്റെ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ചോറിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം ചെറുതാക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് 3 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പെപ്പർ പൗഡറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കണം. കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നിങ്ങൾ കുഴക്കുന്ന സമയത്ത് മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് മൈദയോ അല്ലെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടിയോ കൂടി ചേർത്തിട്ട് മിക്സാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. മാവെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഫിംഗർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ചൂടാക്കിയെടുക്കണം. ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നമുക്ക് കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവാതെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഓരോന്നോരോന്നായി ഇട്ടിട്ട് ഒരു സൈഡ് നല്ല കളറായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ല കളറായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ചോറെല്ലാം ബാക്കിയാകുന്ന സമയത്തെല്ലാം ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ചോറെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് വൈകുന്നേരം കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ മയോണൈസിൻ്റെയോ ചട്നിയുടെയോ അല്ലെങ്കിൽ സോസിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.